ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2025 റിലീസ് ആയിട്ടുള്ള 11 എന്ന തമിഴ് മൂവിയാണ്. തുടർച്ചയായി ചെന്നൈയിൽ നടക്കുന്ന സീരിയൽ കില്ലിംഗ് കൊലപാതകങ്ങൾ. പക്ഷെ കൊലയാളിയെ കണ്ടുപിടിക്കുന്നത് പോയിട്ട് കൊല്ലപ്പെട്ടവർ ആരാണെന്ന് പോലും പോലീസിന് കണ്ടെത്താനാകുന്നില്ല. അങ്ങനെ ഓരോ നിമിഷവും ആകാംക്ഷ തോന്നിക്കുന്ന ഒരു കിടിലൻ ക്രൈം ത്രില്ലർ മൂവിയാണിത്. അപ്പൊ കൂടുതൽ പറഞ്ഞ് ലാഗടുപ്പിക്കാതെ നമുക്ക് നേരെ നമ്മുടെ മൂവിയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കത്തിൽ ആരോ ഒരാൾ ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഒരു ഡെഡ് ബോഡി കത്തിക്കുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ കൊലയാളിയുടെ മുഖം നമ്മളെ കാണിക്കുന്നില്ല. കത്തിക്കരിഞ്ഞ ആ ബോഡി ഒരു പുരുഷന്റേതാണെന്നല്ലാതെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും പോലീസിന് കണ്ടെത്താൻ കഴിയുന്നില്ല. നെക്സ്റ്റ് സീനിൽ ഒരു ബാങ്ക് റോബറിയാണ് കാണിക്കുന്നത്. മോഷണം നടന്ന മിനിറ്റുകൾക്കകം ACP അരവിന്ദ് പ്രതികളെ അവരുടെ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. സത്യത്തിൽ ഇങ്ങനെ ഒരു മോഷണ സംഘം ചെന്നൈയെ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ അരവിന്ദിന് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. മോഷണം നടന്ന പോലീസ് വരാൻ 10 മിനിറ്റ് സമയമെടുക്കുന്ന ചെറുകിട ബാങ്കുകളാണ് ഈ കൊള്ളസംഘം ലക്ഷ്യം വെക്കുന്നതെന്ന് അരവിന്ദിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് അത്തരം ബാങ്കുകളിൽ അരവിന്ദന്റെ നിർദ്ദേശപ്രകാരം GPS ഘടിപ്പിച്ച ആഭരണങ്ങൾ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അരവിന്ദ് പ്രതികളെ പിടികൂടുന്നത്. ബാങ്ക് റോബറി കേസ് തെളിയിച്ച ശേഷം കമ്മീഷണർ അരവിന്ദിനെ പുതിയൊരു ചുമതല ഏൽപ്പിക്കുന്നു. വിദേശ രാജ്യങ്ങൾ ബാൻ ചെയ്ത പല മരുന്നുകളും ഇല്ലീഗലായി ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്നുണ്ട്. ഈ സംഘത്തെ ഉടൻ കണ്ടുപിടിക്കണമെന്നായിരുന്നു അരവിന്ദിന്റെ പുതിയ ടാസ്ക്. പതിവ് ആത്മാർത്ഥതയോടെ അരവിന്ദ് ആ കേസന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നു. മറുഭാഗത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ രണ്ടാമതൊരു ഡെഡ് ബോഡി കൂടി പോലീസ് കണ്ടെത്തുന്നു. ആദ്യത്തെ കേസിന് സമാനമായതിനാൽ 2 മർഡർ കേസുകളും കമ്മീഷണർ ACP രഞ്ജിത്തിനെ ചുമതല ഏൽപ്പിക്കുന്നു. ഡെഡ് ബോഡിയെ ടോർച്ചർ ചെയ്തതിന്റെ ലക്ഷണങ്ങളില്ലെന്നും പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്ന ശേഷം കത്തിച്ചതാണെന്നും ഫോറൻസിക് ഡോക്ടർ രഞ്ജിത്തിനോട് പറയുന്നു. ദിവസങ്ങൾ കഴിയും തോറും സെയിം പാറ്റേണിലുള്ള കൊലപാതകങ്ങൾ ആവർത്തിക്കുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും കൊലപാതകയെക്കുറിച്ചോ കൊല്ലപ്പെട്ടവരെ കുറിച്ചോ യാതൊരു തെളിവും കണ്ടെത്താൻ രഞ്ജിത്തിന് കഴിയുന്നില്ല. അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകാത്തതിനാൽ കമ്മീഷണർ രഞ്ജിത്തിനെ വിളിച്ച് വഴക്കു പറയുന്നു. മറുഭാഗത്ത് അരവിന്ദ് ആകട്ടെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി രഞ്ജിത്തിന് ഓഫീസിലേക്ക് ഒരു കോൾ വരുന്നു. കോള് കട്ട് ചെയ്ത് രഞ്ജിത്ത് പുറത്തേക്ക് എവിടെ പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. ആ ആക്സിഡന്റിൽ രഞ്ജിത്തിന് സാരമായ പരിക്കേൽക്കുന്നു. ശേഷം സീരിയൽ കില്ലിംഗിന്റെ കേസ് അന്വേഷണം കമ്മീഷണർ അരവിന്ദിനെ ചുമതല ഏൽപ്പിക്കുന്നു. കേസ് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പ്രഷർ ഉള്ളതുകൊണ്ട് എത്രയും വേഗം ഈ കേസ് സോൾവ് ചെയ്യണമെന്നും കമ്മീഷണർ അരവിന്ദിനോട് പറയുന്നു. SI മനോഹറാണ് അരവിന്ദിനെ അസിസ്റ്റ് ചെയ്യുന്നത്. ഇതുവരെ 6 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ശേഷം മനോഹരനെയും കൂട്ടി അരവിന്ദ് ഓരോ ക്രൈം സ്പോട്ടിലും പോയി അന്വേഷണം നടത്തുന്നു. യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ കൊലപാതകവും നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ ബ്രില്യന്റ് ആയ രഞ്ജിത്തിന് പോലും ഈ കേസിലൊന്നും കണ്ടെത്താനാവാത്തതെന്ന് അരവിന്ദിന് മനസ്സിലാവുന്നു. മാത്രമല്ല കിട്ടിയ ബോഡികളൊന്നും യാതൊരു മിസ്സിംഗ് കംപ്ലൈന്റുമായിട്ട് മാച്ച് ആയിട്ടില്ലെന്ന് മനോഹർ അരവിന്ദിനോട് പറയുന്നു. എന്തായാലും ഈ കേസിന്റെ ഡീറ്റെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവരോട് പോലും ഷെയർ ചെയ്യരുതെന്ന് അരവിന്ദ് മനോഹറിനോട് പറയുന്നു. പിറ്റേ ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകും വഴി അരവിന്ദിന്റെ ജീപ്പ് ബ്രേക്ക് ഡൗൺ ആവുന്നു. അതുടനെ ശരിയാവില്ലെന്ന് മനസ്സിലായതും പിന്നാലെ വരുന്നൊരു കാറിന് ലിഫ്റ്റ് ചോദിക്കാനായി അരവിന്ദ് കൈ കാണിക്കുന്നു. പക്ഷെ ആ കാറിനുള്ളിലിരിക്കുന്ന ആളെ കണ്ടതും അരവിന്ദിന്റെ മുഖം മാറുന്നു. ശേഷം നമ്മളെ 8 മാസങ്ങൾക്ക് മുമ്പുള്ള ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. കാറിലുണ്ടായിരുന്ന പെണ്ണിന്റെ പേര് സഞ്ജന എന്നായിരുന്നു. വിവാഹ ആലോചനയ്ക്കായി ചെറുക്കനെ കാണാൻ ഒരു റെസ്റ്റോറന്റിൽ പോകുമ്പോഴാണ് സഞ്ജന ആദ്യമായി അരവിന്ദിനെ കാണുന്നത്. പെണ്ണ് കാണാൻ വരാമെന്ന് പറഞ്ഞ് ചെറുക്കൻ ഇട്ടോണ്ട് വരാമെന്ന് പറഞ്ഞ സെയിം കളർ ഡ്രസ്സായിരുന്നു അരവിന്ദ് ഇട്ടിരുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ സഞ്ജനയ്ക്ക് അരവിന്ദിനെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ അരവിന്ദിനോട് സംസാരിക്കുമ്പോഴാണ് തനിക്ക് ആള് മാറിയെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. എങ്കിലും തന്റെ ഇഷ്ടം അവൾ അരവിന്ദിനോട് വെളിപ്പെടുത്തുന്നു. പിന്നീട് അങ്ങോട്ട് നിരന്തരം സഞ്ജന പ്രണയാഭ്യർത്ഥനയുമായി പിന്നാലെ നടക്കുന്നെങ്കിലും അരവിന്ദ് അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് സഞ്ജനയുടെ കാറാണെന്ന് കണ്ടതും അരവിന്ദ് ലിഫ്റ്റ് ചോദിക്കാതെ മടിച്ചു നിൽക്കുന്നത്. കണ്ടിട്ട് അത്യാവശ്യമായിട്ട് എവിടെയോ പോകാനുള്ള പോലെയാണല്ലോ തോന്നുന്നത്. അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ കയറാൻ സഞ്ജന അവനോട് പറയുന്നു. സഞ്ജന പറഞ്ഞത് സത്യമായതുകൊണ്ട് തന്നെ അരവിന്ദ് ആ കാറിൽ കയറുന്നു. നെക്സ്റ്റ് സീനിൽ അന്ന് രാത്രി മാസ്ക് ഇട്ട സീരിയൽ കില്ലർ ബസ് സ്റ്റോപ്പിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു യുവാവിന്റെ അടുത്ത് ചെല്ലുന്നത് കാണിക്കുന്നു. കയ്യിലിരിക്കുന്ന കമ്പി പോലത്തെ ഒരു ഉപകരണം കൊണ്ട് കില്ലർ അയാൾ ഷോക്ക് അടിപ്പിച്ച് ബോധം കെടുത്തുന്നു. ശേഷം അയാളെയും കൊണ്ട് കില്ലറിന്റെ വണ്ടി അവിടെ നിന്ന് പോകുന്നത് കാണിക്കുന്നു. അടുത്ത ദിവസം തന്നെ ആ ഡെഡ് ബോഡിയും പോലീസിന് കണ്ടുകിട്ടുന്നു. 7ാമതൊരാളുകൂടി മരണപ്പെട്ടതോടെ ഇത് പോലീസിന്റെ അനാസ്ഥയാണെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ അരവിന്ദിനെ കുറ്റപ്പെടുത്തുന്നു. പക്ഷെ കേസ് ഉടൻ തന്നെ തെളിയിക്കുമെന്നല്ലാതെ അരവിന്ദ് മറ്റൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് സീനിൽ അരവിന്ദ് ഫോറൻസിക് സർജനെ മീറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പതിവിന് വ്യത്യസ്തമായി ഈ ബോഡിയിൽ നിന്നൊരു തെളിവ് കിട്ടിയിട്ടുണ്ടെന്ന് ഡോക്ടർ അരവിന്ദിനോട് പറയുന്നു. മരിച്ചത് 30 വയസ്സിനടുത്ത ഒരു പുരുഷനാണെന്നും അയാളുടെ വലതുകാലിൽ നിന്ന് ഒരു ആംഗിൾ സർജറി പ്ലേറ്റ് കിട്ടിയിട്ടുണ്ടെന്നും ഡോക്ടർ പറയുന്നു. ഒരു എക്സ്പേർട്ടുമായിട്ട് സംസാരിച്ച ഈ പ്ലേറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടെത്താനാവുമെന്നും ഡോക്ടർ അവരോട് പറയുന്നു. അരവിന്ദ് ഒറ്റയ്ക്കാണ് ഒരു ഓർത്തോ സർജനെ കാണാൻ പോകുന്നത്. പ്ലേറ്റ് പരിശോധിച്ച ശേഷം അതിന്റെ ഡീറ്റെയിൽസ് ഡോക്ടർ അരവിന്ദിന് പറഞ്ഞു കൊടുക്കുന്നു.
റീസെന്റ് ആയി ഈ സർജറി ചെയ്തവരുടെ എല്ലാം ലിസ്റ്റ് തനിക്ക് വേണമെന്ന് അരവിന്ദ് പറയുമ്പോൾ ഡോക്ടർ എന്ന് സമ്മതിക്കുന്നു. ഡോക്ടറിനോട് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന മനോഹറിനെ കാണുന്നത്. മനോഹർ എന്തിനാണ് ഡോക്ടറിനെ കണ്ടതെന്ന് അറിയാൻ അരവിന്ദ് ആ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നു. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയ മനോഹറിന് എന്താണ് പ്രശ്നമെന്ന് അരവിന്ദ് ചോദിക്കുന്നെങ്കിലും ഡോക്ടർ മറുപടി ഒന്നും പറയുന്നില്ല. ശേഷം അരവിന്ദ് നിർബന്ധിച്ചതും ഡോക്ടർ സത്യം പറയുന്നു. മനോഹറിന് വളരെ റെയറായിട്ടുള്ള ഒരു ഹാർട്ട് ഡിസീസ് ഉണ്ടെന്നും ഉടനെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ലെങ്കിൽ ജീവന് തന്നെ ആപത്താണെന്നും ഡോക്ടർ അരവിന്ദിനോട് പറയുന്നു. 1 വർഷം മുമ്പ് ഭാര്യ മരിച്ച മനോഹറിന് സ്വന്തം എന്ന് പറയാൻ ആകെയുള്ളത് 10 വയസ്സുള്ളൊരു മകൻ മാത്രമായിരുന്നു. അങ്ങനെയുള്ള മനോഹറിന്റെ അവസ്ഥ ആലോചിച്ചതും അരവിന്ദിന് ചെറിയ വിഷമം തോന്നുന്നു. ഇക്കാര്യം പുറത്തു പറയരുതെന്ന് മനോഹർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ ഇക്കാര്യം അറിഞ്ഞതായി ഭാവിക്കരുതെന്ന് ഡോക്ടർ അരവിന്ദിനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ ആംഗിൾ സർജറി ചെയ്തവരുടെ ലിസ്റ്റ് മനോഹർ അരവിന്ദിന് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ലിസ്റ്റിൽ നിന്നും തങ്ങളുടെ പ്രൊഫൈലിന് മാച്ചായ 7 പേരെ അരവിന്ദ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ലിസ്റ്റിലുള്ള 6 പേരെയും നേരെ ചെന്നുകൊണ്ട് അന്വേഷിച്ച ശേഷം 7ാമത്തെ ആളായ സുധാകരന്റെ വീട്ടിലേക്ക് അരവിന്ദും മനോഹറും കൂടി പോകുന്നു. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ സുധാകർ തന്നെയാണ് അവർക്ക് ഡോറ് തുറന്നു കൊടുക്കുന്നത്. ലിസ്റ്റിലുള്ള 7ാമത്തെ ആളും ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞതും അവർ ചെറുതായി ഷോക്കാവുന്നു. 6 മാസങ്ങൾക്ക് മുമ്പ് സർജറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അരവിന്ദ് ചോദിക്കുമ്പോൾ 6 മാസത്തിന് മുമ്പ് സർജറി ചെയ്ത് പ്ലേറ്റ് വെച്ചിട്ടുള്ള കാര്യം സുധാകർ അവരോട് പറയുന്നു. അന്ന് സർജറി ചെയ്ത പാടും സുധാകർ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നതെന്ന് സുധാകർ ചോദിക്കുമ്പോൾ പ്ലേറ്റ് മാനുഫാക്ചറിംഗ് ചെയ്ത കമ്പനിയുടെ പേരിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്നും അതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണമാണെന്നും അരവിന്ദ് മറുപടി പറയുന്നു. ശേഷം കുടിക്കാൻ കുറച്ച് വെള്ളം തരുമെന്ന് അരവിന്ദ് ചോദിക്കുമ്പോൾ സുധാകർ വെള്ളം എടുക്കാൻ കിച്ചണിലേക്ക് പോകുന്നു. ഈ സമയം അവിടെ ഇരുന്നൊരു ബുക്ക് എടുത്ത് അരവിന്ദ് നോക്കുന്നത് കണ്ട് സുധാകർ വെപ്രാളത്തോടെ വേഗം വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു. വെള്ളം കുടിച്ചു കഴിഞ്ഞ് അരവിന്ദ് മനോഹറും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയത്താണ് സഞ്ജന അരവിന്ദിനെ കോൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യം കണ്ട റെസ്റ്റോറന്റിലേക്ക് ഒന്ന് വരണമെന്ന് സഞ്ജന പറയുമ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞ് അരവിന്ദ് ആ കോള് കട്ട് ചെയ്യാൻ ഒരുങ്ങുന്നു. പക്ഷെ അത്യാവശ്യമാണെന്നും ഞാനിപ്പോ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്നും കൂടെ സഞ്ജന വെപ്രാളത്തോടെ പറയുമ്പോൾ അരവിന്ദ് അവൾ പറഞ്ഞിടത്തേക്ക് പോകുന്നു. റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന സഞ്ജനയുടെ അടുത്ത് ചെന്ന് അരവിന്ദ് കാര്യം അന്വേഷിക്കുന്നു. പ്രണയത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ലായിരുന്നെന്നും പക്ഷെ നിന്നെ ആദ്യമായി കണ്ട നിമിഷം തന്നെ ഞാൻ നിന്നെ പ്രണയിച്ചു തുടങ്ങിയെന്നും സഞ്ജന അവനോട് പറയുന്നു. ശേഷം എന്നെ വിവാഹം ചെയ്യുമോ എന്ന് ചോദിച്ച് സഞ്ജന ഒരു മോതിരം അരവിന്ദിന് നേരെ നീട്ടുന്നു. പക്ഷെ അരവിന്ദ് അത് റിജക്ട് ചെയ്യുന്നു. ഇതൊക്കെ നിന്റെ വെറും തോന്നലാണെന്നും എന്റെ പിറകെ നടക്കാതെ വീട്ടുകാർ കണ്ടുപിടിക്കുന്ന ആളെ കല്യാണം കഴിച്ച് ജീവിക്കാനും പറഞ്ഞ് അരവിന്ദ് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നു. തന്റെ പ്രണയം വെറും ഒരു ഫാന്റസി ആണെന്ന് പറഞ്ഞത് സഞ്ജനയെ വളരെ വേദനിപ്പിക്കുന്നു. എന്നെങ്കിലും നിങ്ങൾ എന്റെ പ്രണയം തിരിച്ചറിയുമെന്നും അന്ന് നീ തന്നെ എന്നെ അന്വേഷിച്ചു വരുമെന്നും സഞ്ജന അവനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ കണ്ണകി നഗർ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 8ാമത്തെ ഡെഡ് ബോഡി കണ്ടുകിട്ടുന്നത് കാണിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും മിസ്സിംഗ് കംപ്ലൈന്റ് കിട്ടിയിരുന്നോ എന്ന് അരവിന്ദ് സ്റ്റേഷൻ ഇൻസ്പെക്ടറിനോട് ചോദിക്കുന്നു. ഇൻസ്പെക്ടർ അങ്ങനെയൊന്നും ഇല്ലെന്ന് മറുപടി പറയുന്നെങ്കിലും കൂടെയുള്ള കോൺസ്റ്റബിൾ അയാളോട് എന്തോ ചെവിയിൽ പറയുന്നത് അരവിന്ദിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. കാര്യം എന്താണെന്ന് അരവിന്ദ് ചോദിക്കുമ്പോൾ അല്പം മടിയോടെയാണെങ്കിലും കോൺസ്റ്റബിൾ കാര്യം പറയുന്നു. തലേദിവസം വൈകിട്ട് ഒരു ഭിക്ഷക്കാരൻ കംപ്ലൈന്റ് നൽകാനായി സ്റ്റേഷനിൽ വന്നിരുന്നു. മാസ്ക് ഇട്ട ഒരാൾ ഒരു പെണ്ണിനെ കൊണ്ടുപോകുന്നത് കണ്ടെന്ന് ഭിക്ഷക്കാരൻ അവരോട് പറയുന്നു. പക്ഷെ ഒരു ഭിക്ഷക്കാരനായതുകൊണ്ടും അയാൾക്ക് ചെറിയ മാനസിക പ്രശ്നം ഉള്ളതുപോലെ തോന്നിയത് കൊണ്ടും പോലീസുകാർ അയാളെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു. ശേഷം അരവിന്ദ് അവരെയും കൂട്ടി ആ ഭിക്ഷക്കാരനെ കാണാൻ പോകുന്നു. അന്ന് നിങ്ങൾ എന്താണ് കണ്ടതെന്ന് അരവിന്ദ് ചോദിക്കുമ്പോൾ അന്ന് കണ്ട കാര്യങ്ങൾ അയാൾ ഓർത്തു പറയുന്നു. വൈകിട്ട് മഴയായതുകൊണ്ട് ആ ഭിക്ഷക്കാരൻ റോഡിനോരം ചേർന്നിരിക്കുമ്പോഴാണ് ഒരു പെണ്ണ് ബസ്സിന് വന്ന് ഇറങ്ങുന്നത്. ബസ് പോയതും അവിടെ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ നിന്ന് മുഖംമൂടി ഇട്ടൊരാൾ പുറത്തേക്ക് ഇറങ്ങി വടി പോലെ എന്തോ സാധനം ഉപയോഗിച്ച് ആ പെണ്ണിനെ ബോധം കെടുത്തുന്നു. ശേഷം അയാൾ ആ പെണ്ണിനെയും കൊണ്ട് കാറിൽ അവിടെ നിന്ന് പോകുന്നു. അന്ന് കണ്ട പെണ്ണിനെ മുൻപ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അരവിന്ദ് ചോദിക്കുമ്പോൾ ഇതിലെ എപ്പോഴും സ്കൂട്ടറിൽ പോകുന്നത് കണ്ടിട്ടുണ്ടെന്ന് ഭിക്ഷക്കാരൻ മറുപടി പറയുന്നു. ശേഷം അവര് അയാൾ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ ചെക്ക് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് എവിടെ CCTV ഇല്ലെന്നും ഉണ്ടായിരുന്ന 2 പൊട്ടിച്ചിട്ടിരിക്കുകയാണെന്നും മനസ്സിലാവുന്നു. ഭിക്ഷക്കാരൻ പറഞ്ഞതുപോലെ എന്ന് സ്കൂട്ടറിൽ പോകുന്ന പെൺകുട്ടി അന്ന് ബസ്സിൽ വന്നെങ്കിൽ അവളുടെ വണ്ടി കംപ്ലൈന്റ് ആയതായിരിക്കുമെന്ന് അരവിന്ദ് മനോഹറിനോട് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ അന്വേഷിച്ചാൽ എന്തെങ്കിലും തെളിവ് കിട്ടുമെന്നും അരവിന്ദ് പറയുന്നു. അരവിന്ദ് സംശയിച്ചതുപോലെ തന്നെ അടുത്തുള്ള മെക്കാനിക് ഷോപ്പിൽ നിന്നും അവരൊരു സ്കൂട്ടർ കണ്ടെത്തുന്നു. 2 ദിവസം മുന്നേ ഒരു പെണ്ണാണ് ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്നതെന്നും ഇന്നലെ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ലെന്നും മെക്കാനിക് അരവിന്ദിനോട് പറയുന്നു. വണ്ടിക്കുള്ളിലെ ലൈസൻസിൽ നിന്നും ആ പെണ്ണിന്റെ പേര് മീര എന്നാണെന്നും അവളുടെ മറ്റു ഡീറ്റെയിൽസും അവർക്ക് കിട്ടുന്നു. ശേഷം അരവിന്ദും കൂട്ടരും മീരയുടെ അഡ്രസ്സിലേക്ക് പോകുന്നു. കോളിംഗ് ബെൽ അടിച്ചതും മീരയാണ് അവർക്ക് കതവ് തുറന്നു കൊടുക്കുന്നത്. മീരയുടെ അച്ഛനും അമ്മയും നാട്ടിലേക്ക് പോയതിനാൽ അവൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മീരയെ കണ്ടതും നീയല്ല ഇന്നലെ വൈകിട്ട് പട്ടിയെ കാണുന്നില്ലെന്ന് കംപ്ലൈന്റ് ചെയ്യാൻ വന്നതെന്ന് കോൺസ്റ്റബിൾ അവളോട് ചോദിക്കുന്നു. ഇത് കേട്ടതും ചെറിയ പരങ്ങളോടെ മീര അതെ എന്ന് സമ്മതിക്കുന്നു. പട്ടിയെ കണ്ടുകിട്ടിയോന്ന് കോൺസ്റ്റബിൾ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് മീര മറുപടി പറയുന്നു. മീര എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതും അകത്തെല്ലാം പരിശോധിക്കാൻ അരവിന്ദ് മനോഹറിനോട് പറയുന്നു. അല്പസമയം കഴിഞ്ഞതും അകത്തെ റൂമിൽ നിന്ന് മനോഹർ അവിടേക്ക് വരാൻ അരവിന്ദിനോട് വിളിച്ചു പറയുന്നു.
അകത്തെ റൂമിൽ ചെന്നതും അവിടെയുള്ള കാഴ്ച കണ്ട് എല്ലാവരും ഒന്ന് ഷോക്കാവുന്നു. മീരയും അവളുടെ ട്വിൻ സിസ്റ്ററും ഒരുമിച്ചുള്ള ഫോട്ടോസ് ആയിരുന്നു ആ ചുമരുതറയിൽ ഉണ്ടായിരുന്നത്. അതിന് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ക്ലാസ് ഫോട്ടോ അവരെ കൂടുതൽ ആകാംക്ഷയിലാക്കുന്നു. മീരയുടെ സഹോദരിയുടെ ആ 9ാം ക്ലാസ് ഫോട്ടോയിൽ അവരുൾപ്പെടെ 11 ജോഡി ട്വിൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ശേഷം അരവിന്ദും മനോഹറും കൂടെ സുധാകരന്റെ വീട്ടിൽ ചെല്ലുന്നത് കാണിക്കുന്നു. മീരയുടെ വീട്ടിൽ കണ്ട ട്വിൻ ബേർഡ് സ്കൂളിന്റെ ഫോട്ടോ മുൻപ് സുധാകരന്റെ വീട്ടിലും അരവിന്ദ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംശയം തോന്നി വീട് മുഴുവൻ പരിശോധിക്കുമ്പോഴാണ് മീരയെ പോലെ സുധാകർ ഇരട്ടകളാണെന്ന് അരവിന്ദിന് മനസ്സിലാകുന്നത്. പിന്നീട് അരവിന്ദ് സുധാകരനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. തന്റെ പേര് സുരേന്ദ്രൻ എന്നാണെന്നും സുധാകർ എന്റെ അനിയനാണെന്നും അവൻ അരവിന്ദനോട് പറയുന്നു. സുധാകർ ഒരു ട്രാവൽ ഏജൻസിയിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ മാസം 23-ാം തീയതി ഞാൻ വരാൻ താമസിക്കുമെന്ന് സുധാകർ മെസ്സേജ് അയച്ചിരുന്നു. ഇടയ്ക്ക് അങ്ങനെ ലേറ്റ് ആയിട്ട് വരാറുള്ളത് കൊണ്ട് സുരേന്ദ്രൻ ആ മെസ്സേജ് വലിയ കാര്യമാക്കുന്നില്ല. പക്ഷെ പിറ്റേന്ന് രാവിലെയും കാണാതായതോടെ സുധാകരന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ അവന്റെ ഓഫീസിൽ ചെന്ന് അന്വേഷിക്കാമെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സുരേന്ദ്രന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ മെസ്സേജ് വരുന്നത്. ഒരു മാസ്ക് ഇട്ടയാൾ സുധാകരനെ കെട്ടിയിട്ടിരിക്കുന്നതായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഞാൻ പറയുന്ന അനുസരിച്ച സുധാകരനെ വെറുതെ വിടാമെന്നും മറിച്ച് പോലീസിൽ അറിയിച്ചാൽ അവനെ കൊന്നുകളയുമെന്നും മാസ്ക് ഇട്ടയാൾ സുരേന്ദ്രനോട് പറയുന്നു. ശേഷം മാസ്ക് ഇട്ടയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് സുരേന്ദ്രൻ പോകുന്നു. പെട്ടെന്ന് ഷോക്ക് അടിച്ച പോലെ സുരേന്ദ്രൻ ബോധം കെട്ടു വീഴുന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ ഏതോ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു മാളിന്റെ ബേസ്മെന്റിലായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. ചുറ്റും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ് തറയിൽ കിടന്ന ഒരു ഫോണ് റിങ് ചെയ്യുന്നത്. ആ മൊബൈൽ കയ്യിലെടുത്ത് അതിലെ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മറുഭാഗത്ത് ആ മാസ്ക് ഇട്ടയാൾ സുധാകരനെ ഒരു പൂളിലേക്ക് മുക്കുന്നതാണ് കാണുന്നത്. സുധാകരനെ കൊല്ലേണ്ടെങ്കിൽ മുന്നിലുള്ള ടെന്റിൽ കയറാൻ കില്ലർ സുരേന്ദ്രനോട് പറയുന്നു. ആ ടെന്റിനുള്ളിൽ ടാർപ്പ് കൊണ്ട് മൂടിയ നിലയിൽ ആരോ ഒരാളെ കെട്ടിയിട്ടിരിക്കുന്നത് സുരേന്ദ്രൻ കാണുന്നു. ശേഷം ഫോൺ ടേബിളിൽ ചാരി വെച്ച് അവിടെ ഇരിക്കുന്ന തോക്കെടുത്ത് കെട്ടിയിട്ടിരിക്കുന്ന ആളെ ഷൂട്ട് ചെയ്യാൻ കില്ലർ സുരേന്ദ്രനോട് പറയുന്നു. തന്നെ കൊണ്ട് അതിന് സാധിക്കില്ലെന്ന് സുരേന്ദ്രൻ പറയുമ്പോൾ കില്ലർ വീണ്ടും സുധാകരനെ വെള്ളത്തിൽ മുക്കുന്നു. ഒടുവിൽ സുധാകരന്റെ ജീവൻ രക്ഷിക്കാനായി തൊട്ടു മുന്നിൽ കെട്ടിയിട്ടിരിക്കുന്ന ആളെ സുരേന്ദ്രൻ ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ട് ചെയ്തതിനു ശേഷം കില്ലർ വീണ്ടും സുരേന്ദ്രനെ ബോധം കെടുത്തുന്നു. ബോധം തെളിയുമ്പോൾ കില്ലർ ആദ്യം വരാൻ പറഞ്ഞ സ്ഥലത്തായിരുന്നു അവനുണ്ടായിരുന്നത്. ഒരാളുടെ ജീവൻ എടുത്ത കുറ്റബോധം ഉണ്ടെങ്കിലും സുധാകരനെ തിരിച്ചു കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയോടെ സുരേന്ദ്രൻ വീട്ടിൽ ചെന്ന് തന്റെ സഹോദരനായി കാത്തിരിക്കുന്നു. പക്ഷെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് സുരേന്ദ്രന്റെ ഫോണിലേക്ക് വീണ്ടും ഒരു വീഡിയോ മെസ്സേജ് ആണ് വരുന്നത്. സുരേന്ദ്രൻ ഷൂട്ട് ചെയ്യുന്നതിന്റെ വീഡിയോ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ശേഷം സുരേന്ദ്രൻ കൊന്നയാളുടെ മുഖം കില്ലർ അവന് കാണിച്ചു കൊടുക്കുന്നു. ടാർപ്പ കൊണ്ട് മൂടിക്കെട്ടിയിരിക്കുന്ന സുധാകരനെയായിരുന്നു സുരേന്ദ്രൻ വെടിവെച്ചത്. ഇതറിഞ്ഞതും സുരേന്ദ്രൻ അകത്ത് തളർന്നു പോകുന്നു. വയ്യാതെ കിടക്കുന്ന അച്ഛനെ ഓർത്ത് മാത്രമാണ് സുരേന്ദ്രൻ ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ടും അത് വേണ്ടെന്ന് വെക്കുന്നത്. കൂടാതെ ഇക്കാര്യം പോലീസിൽ അറിയിച്ച സുധാകരനെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഉപയോഗിച്ച് കില്ലർ തന്നെ കൊടുക്കുമെന്നും സുരേന്ദ്രൻ ഭയക്കുന്നു. അതിനുശേഷം അരവിന്ദ് മീരയുടെ സഹോദരി താരയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കാണിക്കുന്നു. തീയതി വ്യത്യസ്തമാണെങ്കിലും സുരേന്ദ്രൻ പറഞ്ഞ അതേ സ്റ്റോറി തന്നെയായിരുന്നു താരയ്ക്കും പറയാനുണ്ടായിരുന്നത്. സുരേന്ദ്രന്റെ സ്റ്റോറിക്ക് വിപരീതമായി കില്ലറിന്റെ ആദ്യത്തെ കോള് വന്നപ്പോൾ തന്നെ താര പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോലീസിൽ അറിയിച്ച മീരയുടെ ഡെഡ് ബോഡി പോലും കിട്ടില്ലെന്ന് കില്ലർ ഭീഷണിപ്പെടുത്തുമ്പോൾ താര ആ ശ്രമം ഉപേക്ഷിക്കുന്നു. പക്ഷെ ഈ സമയം കോൺസ്റ്റബിൾ അവളെ കണ്ട് കാര്യം ചോദിക്കുമ്പോൾ പട്ടിയെ കാണാനില്ലെന്ന് കംപ്ലൈന്റ് ചെയ്യാൻ വന്നതാണെന്ന് താര കള്ളം പറയുന്നു. ഇതൊഴികെ ബാക്കിയെല്ലാം സുരേന്ദ്രന് സംഭവിച്ചത് തന്നെയാണ് താരയ്ക്ക് ഉണ്ടായത്. ശേഷം അരവിന്ദ് സുരേന്ദ്രനെ താരയെ ഒരുമിച്ചിരുത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും മുൻപരിചയം ഉണ്ടോ എന്ന് അരവിന്ദ് ചോദിക്കുമ്പോൾ രണ്ടുപേരും ഒരേപോലെ ഇല്ലെന്ന് മറുപടി പറയുന്നു. പക്ഷെ ഈ ഫോട്ടോ നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിലുണ്ടായിരുന്നതാണെന്ന് പറഞ്ഞ് ട്വിൻ ബേർഡ് സ്കൂളിലെ ഫോട്ടോ അരവിന്ദ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ആ ഫോട്ടോ കണ്ടതും അവർ രണ്ടുപേരും പരസ്പരം തിരിച്ചറിയുന്നു. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണെന്നും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് നേരിട്ട് കാണുന്നതെന്നും അവർ മറുപടി പറയുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന് അരവിന്ദ് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് അവർ മറുപടി പറയുന്നു. ആ കില്ലറിന് തന്നെ സ്വയം കൊല ചെയ്യാമായിരുന്നിട്ടും അവൻ നിങ്ങളെ കൊണ്ട് തന്നെ സഹോദരങ്ങളെ കൊല ചെയ്യിപ്പിച്ചത് എന്തോ വ്യക്തമായ ലക്ഷ്യത്തോടെയാണെന്നും അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടോ എന്നും അരവിന്ദ് അവരോട് ചോദിക്കുന്നു. ഇത് കേട്ടതും അല്പസമയത്തെ ആലോചനയ്ക്ക് ശേഷം ഗ്രൂപ്പ് ഫോട്ടോയിലുള്ള ബെഞ്ചമിൻ എന്ന കുട്ടിയുടെ നേർക്ക് താര വിരൽ ചൂണ്ടുന്നു. ഈ സമയം തന്നെ മനോഹർ അവിടേക്ക് വന്ന് താരയുടെ ഫോണിലുള്ള ഒരു ഫോട്ടോ അരവിന്ദിനെ കാണിച്ചു കൊടുക്കുന്നു. താരയുടെ മീരയുടെ ഒപ്പം നിൽക്കുന്ന ഈ പെണ്ണിനെ ഞാൻ പലതവണ ഓഫീസിന് പുറത്തെ ടീക്കടയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് മനോഹർ അരവിന്ദിനോട് പറയുന്നു. അപ്പോഴാണ് ആ ഫോട്ടോയിൽ അവരുടെ കൂടെയുള്ളത് സഞ്ജനയാണെന്ന് അരവിന്ദിന് മനസ്സിലാകുന്നത്. സഞ്ജന എങ്ങനെയാണ് പരിചയമെന്ന് അരവിന്ദ് ചോദിക്കുമ്പോൾ സഞ്ജനയും അവളുടെ ട്വിൻ സിസ്റ്റർ അഞ്ജനയും ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നെന്ന് താര മറുപടി പറയുന്നു. ഇത് കേട്ടതും അരവിന്ദ് ഉടനെ സഞ്ജനയുടെ ഫോണിലേക്ക് കോൾ ചെയ്ത് നോക്കുന്നെങ്കിലും കോൾ കിട്ടുന്നില്ല. സഞ്ജനയുടെ വീട് എവിടെയാണെന്ന് അരവിന്ദ് ചോദിക്കുമ്പോൾ ബസന്ത് നഗറിൽ എവിടെയാണെന്ന് താര മറുപടി പറയുന്നു. ശേഷം നിങ്ങളുടെ സ്കൂൾ ടൈമിൽ ഉണ്ടായത് എന്താണെന്നും ബെഞ്ചമിനെ നിങ്ങൾ സംശയിക്കാൻ കാരണം എന്താണെന്നും അരവിന്ദ് അവരോട് ചോദിക്കുന്നു. അതിന് മറുപടിയായി അവർ പറയുന്നത് എന്തൊക്കെയാണെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. അവർ പറഞ്ഞു പൂർത്തിയാക്കിയതും അന്നത്തെ ക്ലാസ്മേറ്റ്സിന്റെ ആരുടെയെങ്കിലും കോൺടാക്ട് നമ്പർ ഉണ്ടോ എന്ന് അരവിന്ദ് അവരോട് ചോദിക്കുന്നു. പക്ഷെ അവരുടെ ആരുടെയും കോൺടാക്ട് ഇല്ലെന്ന് താര മറുപടി പറയുന്നു.
ശേഷം അന്വേഷണം പൂർത്തിയാകുന്നത് വരെ ഇതിനെക്കുറിച്ച് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് അരവിന്ദ് അവരെ പറഞ്ഞു വിടുന്നു. പോകാനിറങ്ങിയ സുരേന്ദ്രനോട് മനോഹർ തന്നെ ഒരു സംശയം ചോദിക്കുന്നു. പ്ലേറ്റ് മാറ്റിവെച്ചത് സുധാകരന്റെ കാലിലല്ലേ, പിന്നെ എങ്ങനെയാണ് നിന്റെ കാലിൽ സർജറിയുടെ പാട് വന്നതെന്ന് മനോഹർ അവനോട് ചോദിക്കുന്നു. ചെറുപ്പം മുതലേ ഞങ്ങൾ തമ്മിൽ വ്യത്യാസമില്ലാത്തതുകൊണ്ട് മുറിവിന്റെ പാട് ഒരുപോലെ വരാൻ ഞാൻ മനഃപൂർവ്വം മുറിവുണ്ടാക്കിയതാണെന്ന് സുരേന്ദ്രൻ മറുപടി പറയുന്നു. അവര് പറഞ്ഞതൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയില്ലെന്നും സത്യങ്ങൾ അറിയണമെങ്കിൽ അവര് പഠിച്ച സ്കൂളിൽ തന്നെ അന്വേഷിക്കണമെന്നും മനോഹർ അരവിന്ദനോട് പറയുന്നു. മാത്രമല്ല എന്തൊക്കെയാണെങ്കിലും താരയും സുരേന്ദ്രനും ഒരു കൊല ചെയ്തവരല്ലേ, എന്നിട്ട് സാരെന്തിനാണ് അവരെ പറഞ്ഞു വിട്ടതെന്നും മനോഹർ അരവിന്ദനോട് ചോദിക്കുന്നു. താരയും സുരേന്ദ്രനും പിടിക്കപ്പെട്ടെന്നറിഞ്ഞാൽ ബെഞ്ചമിനെ നമുക്ക് പിടിക്കാൻ കഴിയില്ലെന്നും ബെഞ്ചമിനെ പിടികൂടാൻ വേണ്ടിയാണ് അവരെ വെറുതെ വിട്ടതെന്നും അരവിന്ദ് മറുപടി പറയുന്നു. ശേഷം അരവിന്ദും മനോഹറും കൂടെ ട്വിൻബേർഡ് സ്കൂളിന്റെ ഓണർ ശാന്തിയെ കാണാൻ പോകുന്നു. കഴിഞ്ഞ ഒരു വർഷമായി ചെന്നൈയിൽ 8 പേർ സീരിയൽ കില്ലിങ്ങിന്റെ ഇരകളായെന്നും അവരെല്ലാം ട്വിൻബേർഡ് സ്കൂളിലെ ഒരേ ക്ലാസ്സിലെ കുട്ടികളാണെന്നും പറഞ്ഞ് അരവിന്ദ് അവരുടെ ക്ലാസ് ഫോട്ടോ ശാന്തിയെ കാണിക്കുന്നു. കൊലയാളിയുടെ പേര് അരവിന്ദ് പറയുന്നതിന് മുന്നേ ബെഞ്ചമിനാണോ പ്രതിയെന്ന് ശാന്തി തന്നെ അവരോട് ചോദിക്കുന്നു. ശേഷം പഴയ കാര്യങ്ങൾ ഓരോന്നായി ശാന്തി അവനോട് പറയുന്നു. 23 വർഷങ്ങൾക്ക് മുമ്പ് ശാന്തിയും ഭർത്താവ് രവിയും ചേർന്നാണ് ഒരു സ്കൂള് തുടങ്ങുന്നത്. സ്കൂള് തുടങ്ങി 2 വർഷം കഴിഞ്ഞതും യാദൃശ്ചികമായി ഒരേ ക്ലാസ്സിൽ 6 ട്വിൻസ് അഡ്മിഷൻ എടുക്കുന്നു. അന്ന് അക്കാര്യം വലിയ ചർച്ചയാകുകയും ആ കുട്ടികളെ കുറിച്ച് ഒരുപാട് ആർട്ടിക്കിൾസ് വരികയും ചെയ്യുന്നു. ഇതൊരു ബിസിനസ് സാധ്യതയാണെന്ന് മനസ്സിലാക്കിയ രവി ആകട്ടെ തങ്ങളുടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന ഇരട്ടകളിൽ ഒരാൾക്ക് മാത്രം ഫീസ് അടച്ചാൽ മതിയെന്ന് പരസ്യം ചെയ്യുന്നു. അങ്ങനെ നിരവധി പേരൻസ് അവരുടെ ഇരട്ട കുട്ടികളെ ശാന്തിയുടെ സ്കൂളിൽ ചേർക്കുന്നു. അങ്ങനെയാണ് അവരുടെ സ്കൂളിന്റെ പേര് ട്വിൻ ബേർഡ്സ് എന്ന് മാറുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ചെന്നൈയിൽ നടന്നൊരു ചെസ് ടൂർണമെന്റിൽ ശാന്തി രവിയും കൂടെ ചീഫ് ഗസ്റ്റായിട്ട് പോകുന്നത്. അവിടെ വെച്ചാണ് ടൂർണമെന്റ് വിന്നറായ ബെഞ്ചമിനെ അവർ ആദ്യമായിട്ട് കാണുന്നത്. ബെഞ്ചമിന്റെ കൂടെയുള്ള അവന്റെ ട്വിൻ ബ്രദർ ഫ്രാൻസിസിനെയും അവർ പരിചയപ്പെടുന്നു. ചെസ് ചാമ്പ്യനായ ബെഞ്ചമിനും തങ്ങളുടെ സ്കൂളിലേക്ക് വന്ന അത് സ്കൂളിന് കൂടുതൽ മാർക്കറ്റ് നൽകുമെന്ന് രവി കണക്ക് കൂട്ടുന്നു. ശേഷം ഇക്കാര്യം ബെഞ്ചമിന്റെ പേരൻസിനോട് സംസാരിക്കാൻ രവിയും ശാന്തിയും കൂടെ ബെഞ്ചമിൻ താമസിക്കുന്നിടത്തേക്ക് പോകുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് ബെഞ്ചമിന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടെന്നും ഫ്രാൻസിസിനൊപ്പം തെരുവിലെ ചെറിയൊരു കൂരയിലാണ് അവരുടെ താമസമെന്നും ശാന്തിക്ക് മനസ്സിലാകുന്നത്. ചെറിയ ജോലികൾ ചെയ്ത് അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിലാണ് അവർ പഠിച്ചിരുന്നത്. മാത്രമല്ല ഫ്രാൻസിസിന് നേരിയ തോതിലുള്ള എന്തോ മാനസിക പ്രശ്നമുണ്ടെന്നും അവർക്ക് മനസ്സിലാകുന്നു. ബെഞ്ചമിനെയും ഫ്രാൻസിസിനെയും തങ്ങളുടെ സ്കൂളിൽ ചേർക്കാനുള്ള ആഗ്രഹം രവി പറയുന്നെങ്കിലും ബെഞ്ചമിൻ അതിന് സമ്മതിക്കുന്നില്ല. പല രീതിയിൽ ബെഞ്ചമിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും അവൻ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഒടുവിൽ തങ്ങളുടെ കൂടെ വന്ന ഫ്രാൻസിസിന് നല്ലൊരു ഭാവി ഉണ്ടാവുമെന്ന് പറയുമ്പോഴാണ് അവരുടെ കൂടെ ചെല്ലാൻ ബെഞ്ചമിൻ സമ്മതിക്കുന്നത്. അങ്ങനെ ബെഞ്ചമിനും ഫ്രാൻസിസും ട്വിൻബേർഡ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. അവരുൾപ്പെടെ 11 ജോഡി ഇരട്ടക്കുട്ടികളാണ് ആ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഫ്രാൻസിസും ബെഞ്ചമിനും ടീച്ചർമാരുടെ എല്ലാം പ്രിയപ്പെട്ടവരായി മാറുന്നു. ടീച്ചർമാരെ നിരന്തരം അവരെ പ്രശംസിക്കുകയും അവരെ മാതൃകയാക്കണമെന്ന് മറ്റു വിദ്യാർത്ഥികളോട് പറയുകയും ചെയ്യുന്നു. പക്ഷെ ഇത് കേട്ടതും മറ്റു വിദ്യാർത്ഥികൾക്ക് അവരോട് അസൂയയും കുശുമ്പും തോന്നുകയും അവരെല്ലാവരും ചേർന്ന് ആ സഹോദരങ്ങളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. പേരൻസ് മീറ്റിംഗിന് എല്ലാ കുട്ടികളുടെയും പേരൻസ് വരുമ്പോൾ ബെഞ്ചമിനും ഫ്രാൻസിസും മാത്രം പരസ്പരം ഇരുവരുടെയും പേരൻസ് ആവുന്നു. ബെഞ്ചമിന്റെ അച്ഛനാണ് ഞാനെന്ന് ഫ്രാൻസിസും ഫ്രാൻസിസിന്റെ അച്ഛനാണ് ഞാനെന്ന് ബെഞ്ചമിനും പരിചയപ്പെടുത്തുന്നു. ഇത് കേട്ടതും അവരുടെ പരസ്പര സ്നേഹവും കരുതലും കണ്ട് ശാന്തിയുടെ കണ്ണു നിറയുന്നു. ഫ്രാൻസിസ് ഈ സ്കൂളിലെ മികച്ച സ്റ്റുഡന്റ് ആണെന്ന് ബെഞ്ചമിനോടും ബെഞ്ചമിന്റെ മികവുകളെ കുറിച്ച് ഫ്രാൻസിസിനോടും ശാന്തി പറഞ്ഞു കൊടുക്കുന്നു. മാതാപിതാക്കളുടെ മുന്നിലും ബെഞ്ചമിനും ഫ്രാൻസിസും തങ്ങളെക്കാൾ മിടുക്കരാകുന്നതും അതിന്റെ പേരിൽ സ്വന്തം മാതാപിതാക്കൾ തന്നെ വഴക്കു പറയുന്നതും മറ്റു സ്റ്റുഡൻസിന് സഹിക്കാൻ കഴിയുന്നില്ല. ആ സംഭവത്തിനു ശേഷം അവരുടെ ഉള്ളിൽ ബെഞ്ചമിനോടും ഫ്രാൻസിസിനോടും ഉള്ള പക കൂടുന്നു. ഒരു ദിവസം ക്ലാസ്സിലേക്ക് വരുന്ന ബെഞ്ചമിൻ ക്ലാസ്സിലിരുന്ന് കരയുന്ന ഫ്രാൻസിസിനെയാണ് കാണുന്നത്. ബെഞ്ചമിൻ വെപ്രാളത്തോടെ ഫ്രാൻസിസിന്റെ അടുത്തേന്ന് കാര്യം അന്വേഷിക്കുന്നു. അപ്പോഴാണ് ക്ലാസ്സിലെ മറ്റു കുട്ടികൾ ചേർന്ന് ഫ്രാൻസിസിനെ ഭ്രാന്തൻ എന്ന് വിളിച്ച് കളിയാക്കിയെന്നും അതിനാണ് അവൻ കരയുന്നതെന്നും ബെഞ്ചമിന് മനസ്സിലാകുന്നത്. എന്തിനാണ് ഫ്രാൻസിസിനെ കളിയാക്കിയതെന്ന് ബെഞ്ചമിൻ ചോദിക്കുമ്പോൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന അവനെ ഭ്രാന്തൻ എന്നല്ലാതെ മറ്റെന്ത് വിളിക്കാനാണെന്ന് ചോദിച്ച് അവര് വീണ്ടും കളിയാക്കുന്നു. ഇത് കേട്ടതും നിയന്ത്രണം നഷ്ടപ്പെട്ട ബെഞ്ചമിൻ അവരെ എല്ലാം തല്ലുന്നു. കൂട്ടുകാരെ ഉപദ്രവിച്ചതിന് ശാന്തി ബെഞ്ചമിന് പണിഷ്മെന്റ് കൊടുക്കുകയും ഒപ്പം ഇനി ഇത്തരം കളിയാക്കലുകൾ പാടില്ലെന്ന് മറ്റു കുട്ടികൾക്ക് താക്കീത് നൽകുകയും ചെയ്യുന്നു. പണിഷ്മെന്റ് കിട്ടിയത് ബെഞ്ചമിൻ കാര്യമാക്കുന്നില്ലെങ്കിലും ഫ്രാൻസിസിനെ അത് വളരെ വേദനിപ്പിക്കുന്നു. താൻ കൂടി കാരണമാണ് ബെഞ്ചമിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതെന്ന് ഓർത്ത് ഫ്രാൻസിസ് ഒരുപാട് വേദനിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഓൾ ഇന്ത്യ ചെസ് ടൂർണമെന്റിന് ഡേറ്റ് അനൗൺസ് ചെയ്യുന്നത്. ആ മത്സരത്തിൽ ബെഞ്ചമിനെ പങ്കെടുപ്പിക്കാൻ രവി തീരുമാനിക്കുന്നു. ഒരു നാഷണൽ ചെസ് ചാമ്പ്യൻ കൂടിയായ ശാന്തിയാണ് ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിൽ ബെഞ്ചമിന് ട്രെയിനിങ് കൊടുക്കുന്നത്. ബെഞ്ചമിനുമായിട്ടുള്ള മത്സരങ്ങളിൽ ശാന്തിയാണ് എല്ലായ്പ്പോഴും ജയിക്കുന്നത്. ഇത് കണ്ട് ശാന്തി അവനോട് ദേഷ്യപ്പെടുന്നു. ഇങ്ങനെ കളിക്കാനാണെങ്കിൽ നീ വെറുതെ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പോകണ്ടെന്ന് ശാന്തി അവനോട് പറയുന്നു. ഇത് കേട്ടതും നമുക്കൊരു ഗെയിം കൂടെ കളിക്കാമെന്ന് ബെഞ്ചമിൻ പറയുന്നു. ഇത്തവണ വളരെ വിദഗ്ധമായി ബെഞ്ചമിൻ ശാന്തിയെ തോൽപ്പിക്കുന്നു. ചെസ്സിലുള്ള ബെഞ്ചമിന്റെ ഗെയിം പ്ലാൻ കണ്ട് ശാന്തി ഒരു നിമിഷം അമ്പരന്ന് പോകുന്നു.
എല്ലാവരും പ്ലാൻ എയും പ്ലാൻ ബിയും വെച്ച് കളിക്കുമ്പോൾ ബെഞ്ചമിന് മാത്രം പ്ലാൻ സി കൂടി ഉണ്ടായിരിക്കും. ഈ 3 പ്ലാനുകളും ഒരേ സമയം എക്സിക്യൂട്ട് ചെയ്താണ് അവൻ ഗെയിം ഫിനിഷ് ചെയ്യുന്നത്. മാത്രമല്ല ഗെയിം ഫിനിഷ് ചെയ്യുമ്പോഴല്ലാതെ അവന്റെ കൗണ്ടർ പ്ലാനുകളെ കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും സാധിക്കില്ല. ഈസിയായി ജയിക്കാമായിരുന്നിട്ടും നീ എന്തുകൊണ്ടാണ് മുൻപെല്ലാം തോറ്റു തന്നതെന്ന് ശാന്തി ബെഞ്ചമിനോട് ചോദിക്കുന്നു. മേഡം എനിക്ക് അമ്മയെപ്പോലെയാണെന്നും അതുകൊണ്ട് തോറ്റു തന്നാണെന്നും ബെഞ്ചമിൻ മറുപടി പറയുമ്പോൾ വാത്സല്യം കൊണ്ട് ശാന്തിയുടെ കണ്ണ് നിറയുന്നു. അവർ സംസാരിക്കുന്നതിനിടെ പെട്ടെന്നാണ് കറണ്ട് പോകുന്നത്. കറണ്ട് പോയതും ബെഞ്ചമിൻ ഉടനെ വെപ്രാളത്തോടെ ഫ്രാൻസിസിന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. ഇരുട്ട് തളറി വിളിക്കുന്ന ഫ്രാൻസിസിന്റെ അടുത്ത് തിരി കൊണ്ടുവച്ച ശേഷം ബെഞ്ചമിൻ അവനെ ആശ്വസിപ്പിക്കുന്നു. പിന്നീടാണ് ഫ്രാൻസിസിന് ചെറുപ്പം മുതലേ ഇരുട്ട് ഭയമാണെന്നും അതാണ് അവന്റെ പ്രശ്നമെന്നും ബെഞ്ചമിൻ ശാന്തിയോട് പറയുന്നത്. അങ്ങനെയിരിക്കെ ഓൾ ഇന്ത്യ ടൂർണമെന്റിനായി ഡൽഹിക്ക് പോകേണ്ട ദിവസം വന്നെത്തുന്നു. പക്ഷെ ഫ്രാൻസിസിനെ തനിച്ചു വിട്ട് ഡൽഹിക്ക് പോകാൻ ബെഞ്ചമിന് മനസ്സ് വരുന്നില്ല. ഒടുവിൽ ഫ്രാൻസിസിനെ നോക്കിക്കോളാമെന്ന് ശാന്തിയുടെ വാക്ക് വിശ്വസിച്ചാണ് രവിയോടൊപ്പം ബെഞ്ചമിൻ ഡൽഹിക്ക് പോകുന്നത്. പക്ഷെ ബെഞ്ചമിൻ ഇല്ലാതെ ഫ്രാൻസിസിനെ ഒറ്റയ്ക്ക് കിട്ടിയതും ക്ലാസ്സിലെ സ്റ്റുഡൻസ് എല്ലാവരും ചേർന്ന് അവനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്നു. ഇതൊക്കെ അറിഞ്ഞ ബെഞ്ചമിൻ അവരോട് വഴക്കുണ്ടാക്കുമെന്നും അങ്ങനെ അവന് വീണ്ടും പണിഷ്മെന്റ് കിട്ടുമെന്നും ഭയന്ന് ഫ്രാൻസിസ് ഇക്കാര്യങ്ങളൊക്കെ പുറത്തു പറയാതെ ഉള്ളിലൊതുക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷം ടൂർണമെന്റ് വിൻ ചെയ്ത് ബെഞ്ചമിൻ മടങ്ങി വരുന്നു. പക്ഷെ അപ്പോഴും കൂട്ടുകാർ തന്നോട് ചെയ്തതൊന്നും ഫ്രാൻസിസ് അവനോട് പറയുന്നില്ല. പിറ്റേ ദിവസം ഫ്രാൻസിസിന്റെയും ബെഞ്ചമിന്റെയും ബർത്ത്ഡേ ദിവസമായിരുന്നു. ശാന്തിയും രവിയും അവരെ വിഷ് ചെയ്ത് ക്ലാസ്സിലേക്ക് വിടുന്നു. അന്നത്തെ ദിവസം അവരുടെ ക്ലാസ്സിന് ലാബുള്ള ദിവസം കൂടിയായിരുന്നു. ട്വൻസിൽ പകുതി പേർ കെമിസ്ട്രി ലാബിലേക്കും ബാക്കി പകുതി ഫിസിക്സ് ലാബിലേക്കുമാണ് പോകുന്നത്. ലാബിലേക്ക് പോകും വഴി 2 ടീച്ചേഴ്സ് തമ്മിൽ ഫ്രാൻസിസിന്റെ അസുഖത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ധീരജ് എന്ന അവരുടെ ക്ലാസ്മേറ്റ് കേൾക്കുന്നു. ധീരജ് ഉടനെ ഇക്കാര്യം മറ്റുള്ളവരോട് പറയാനായി കെമിസ്ട്രി ലാബിലേക്ക് പോകുന്നു. സഞ്ജന അവളുടെ ബർത്ത്ഡേ സ്വീറ്റ്സ് വിതരണം ചെയ്യുമ്പോഴാണ് ധീരജ് അവിടേക്ക് വരുന്നത്. ഫ്രാൻസിസ് വരുന്നതിന് മുന്നേ അവന്റെ രോഗത്തെക്കുറിച്ചും അത് വെച്ച് അവന് പണി കൊടുക്കുന്നതിനെ കുറിച്ചും ധീരജ് കൂട്ടുകാരോട് പറയുന്നു. അപ്പോഴാണ് ഫ്രാൻസിസ് അവിടേക്ക് വരുന്നത്. ഫ്രാൻസിസ് ലാബിനകത്തേക്ക് കയറിയതും അവർ കഥ അകത്തു നിന്ന് പൂട്ടുന്നു. ശേഷം ധീരജ് ആ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യുന്നു. ഈ സമയം കെമിസ്ട്രി ലാബിന് കുറച്ച് അകലെയുള്ള ഫിസിക്സ് ലാബിലായിരുന്ന ബെഞ്ചമിന് ഫ്രാൻസിസിന്റെ നേരെ കരച്ചിൽ കേൾക്കുന്ന പോലെ തോന്നുന്നു. അവൻ ഉടൻ തന്നെ കെമിസ്ട്രി ലാബിലേക്ക് പോകുന്നു. ലാബിനകത്ത് നിന്ന് ഫ്രാൻസിസിന്റെ കരച്ചിൽ കേൾക്കുന്നതും ബെഞ്ചമിൻ കഥക് തുറക്കാൻ പറഞ്ഞ് കഥകിൽ തട്ടുന്നു. കഥക് തുറക്കാൻ ബെഞ്ചമിൻ അവരോട് കരഞ്ഞും കെഞ്ചിയും ഒക്കെ പറയുന്നെങ്കിലും ഫ്രാൻസിസിന്റെ കരച്ചിൽ കേട്ട് ചിരിക്കുന്നതല്ലാതെ അവരാരും കഥക് തുറക്കുന്നില്ല. ഒടുവിൽ ഫ്രാൻസിസിന്റെ കരച്ചിൽ നിൽക്കുമ്പോഴാണ് ആരോ വന്ന് ലൈറ്റ് ഓൺ ചെയ്ത് കഥക് തുറക്കുന്നത്. ബെഞ്ചമിൻ ഓടി അകത്ത് കിടക്കുമ്പോഴേക്കും നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന തന്റെ സഹോദരനെയാണ് കാണുന്നത്. ബെഞ്ചമിൻ ഒരുപാട് വിളിച്ചു നോക്കുന്നെങ്കിലും ഫ്രാൻസിസ് കണ്ണു തുറക്കുന്നില്ല. വിവരം അറിഞ്ഞെത്തിയ ശാന്തിയും രവിയും ഫ്രാൻസിസിനെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. പക്ഷെ അവർക്കും അവനെ രക്ഷിക്കാനാവുന്നില്ല. തന്റെ എല്ലാമായവന്റെ മരണം ബെഞ്ചമിനെ ആകെ തകർത്തു കളയുന്നു. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാമെന്ന് ശാന്തി പറയുന്നെങ്കിലും സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് പറഞ്ഞ് രവി ആ സംഭവം മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കുന്നു. അവരുടെ സംസാരം കേട്ടതോടെ ഫ്രാൻസിസിന്റെ മരണത്തിന് നീതി കിട്ടില്ലെന്ന് ബെഞ്ചമിന് മനസ്സിലാകുന്നു. ഫ്രാൻസിസിനെ അടക്കം ചെയ്യുന്ന സമയത്തും അവൻ ഇരുട്ട് ഭയമാണെന്നും അവനെ തനിച്ചു വിടാൻ കഴിയില്ലെന്നും പറഞ്ഞ് ബെഞ്ചമിൻ അലറി കരയുന്നു. ചടങ്ങുകൾ കഴിഞ്ഞിട്ടും കുഴിമാടത്തിനരികെ തന്നെ ഇരുന്ന് കരയുന്ന ബെഞ്ചമിനെ ഏറെ പാടുപെട്ടാണ് ശാന്തി കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഫ്രാൻസിസ് മരിച്ച് 3ാമത്തെ ദിവസമാണ് ബെഞ്ചമിൻ പിന്നീട് ക്ലാസ്സിലേക്ക് പോകുന്നത്. പക്ഷെ കൂടപ്പിറപ്പില്ലാതെ ഒരു നിമിഷം പോലും അവിടെ തനിച്ചിരിക്കാൻ അവന് കഴിയുന്നില്ല. ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്റെ സഹോദരന്റെ മരണത്തിന് കാരണക്കാരായവരെയെല്ലാം ബെഞ്ചമിൻ പകയോടെ നോക്കുന്നു. ശേഷം ഫ്രാൻസിസിന്റെ ഓർമ്മകളുള്ള ഈ സ്ഥലത്ത് നിന്നും അവനെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനായി മദർ ഹെലൻ രവിയോട് അനുവാദം ചോദിക്കുന്നു. രവിയോ അതിന് സമ്മതിച്ചതോടെ മദർ ഹെലൻ ബെഞ്ചമിനെ അവരുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ സംഭവത്തിന് ശേഷം പിന്നീട് ഇതുവരെ ശാന്തി ബെഞ്ചമിനെ കണ്ടിട്ടില്ല. പക്ഷെ കുറച്ചു നാളുകൾക്ക് ശേഷം ബെഞ്ചമിൻ ആരോ ദത്തെടുത്തെന്ന് മദർ ഹെലൻ പറഞ്ഞിരുന്നു. പക്ഷെ ആരാണെന്നോ എവിടേക്കാണ് കൊണ്ടുപോയതെന്നോ ഒന്നും ആരോടും പറയരുതെന്ന് ബെഞ്ചമിൻ ഹെലനെ കൊണ്ട് സത്യം വാങ്ങിപ്പിച്ചിരുന്നു. അതുകൊണ്ട് അക്കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ലെന്നും ശാന്തി അരവിന്ദനോട് പറയുന്നു. മേഡത്തിന്റെ ഹസ്ബൻഡ് എവിടെയെന്ന് അരവിന്ദ് ചോദിക്കുമ്പോൾ ചുമരെ മാലയിട്ട് വെച്ചിരിക്കുന്ന രവിയുടെ ഫോട്ടോ ശാന്തി അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ബെഞ്ചമിൻ പോയ ശേഷം ഒരു ഫയർ ആക്സിഡന്റിൽ ട്വിൻ ബേർഡ് സ്കൂൾ പൂർണ്ണമായും കത്തി നശിക്കുന്നു. അതോടെ രവി പൂർണ്ണമായും മദ്യപാനത്തിൽ അഭയം നേടുകയും അധികം വൈകാതെ മരണപ്പെടുകയും ചെയ്യുന്നു. ശേഷം ബെഞ്ചമിന്റെ ക്ലാസ്സിൽ പഠിച്ച എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് അരവിന്ദ് ശാന്തിയിൽ നിന്നും കളക്ട് ചെയ്യുന്നു. ബാക്കിയുള്ള 2 പേരെങ്കിലും രക്ഷിക്കണമെന്ന് ശാന്തി അരവിന്ദനോട് പറയുന്നു. മാത്രമല്ല ഒരു പക്ഷെ ബെഞ്ചമിനെ കണ്ടെത്തിയാൽ നിങ്ങൾ അവനെ എന്ത് ചെയ്യുമെന്ന് ശാന്തി ആകുലതയോട് ചോദിക്കുമ്പോൾ അത് കോടതി തീരുമാനിക്കുമെന്ന് അരവിന്ദ് മറുപടി പറയുന്നു. ശേഷം ബെഞ്ചമിന്റെ ക്ലാസ്മേറ്റ്സിന്റെ അഡ്മിഷൻ ഡീറ്റെയിൽസും അതിൽ കൊല്ലപ്പെട്ടവരുടെ ഓട്ടോപ്സി റിപ്പോർട്ടും കാണുമ്പോഴാണ് ഒരു കാര്യം അരവിന്ദിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഫ്രാൻസിസ് മരണപ്പെട്ട ദിവസം അവന്റെ ബർത്ത്ഡേ ആയിരുന്നതുപോലെ ബെഞ്ചമിൻ എല്ലാവരെയും അവരുടെ ബർത്ത്ഡേ ദിവസമാണ് കൊലപ്പെടുത്തുന്നത്.
താരയും സുരേന്ദ്രനും ഒഴികെ ലിസ്റ്റിലുള്ള ബാക്കി 6 പേരെയും കണ്ട് അവരുടെ ട്വിൻസിന്റെ മരണം കൺഫേം ചെയ്യാൻ അരവിന്ദ് മനോഹറിനോട് പറയുന്നു. ശേഷം അരവിന്ദ് നേരെ സഞ്ജനയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ബെല്ലടിച്ചതും അഞ്ജനയാണ് വന്ന് വാതിൽ തുറക്കുന്നത്. അരവിന്ദാണ് വന്നതെന്ന് അറിഞ്ഞതും അഞ്ജന സന്തോഷത്തോടെ സഞ്ജനയെ അവിടേക്ക് വിളിക്കുന്നു. മുൻപ് പറഞ്ഞ പോലെ അരവിന്ദ് തന്നെ പ്രണയം അക്സെപ്റ്റ് ചെയ്ത് വന്നതാണെന്ന് കരുതി സഞ്ജന സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിക്കുന്നു. പക്ഷെ അരവിന്ദിന്റെ വരവിന്റെ ലക്ഷ്യം മനസ്സിലായതും സഞ്ജന വീണ്ടും നിരാശയാകുന്നു. ബെഞ്ചമിന്റെ കാര്യങ്ങളൊക്കെ അവരുടെ പേരൻസിനെയും പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം അരവിന്ദ് സഞ്ജനയും അഞ്ജനയും കൂട്ടി മനോഹറിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഈ സമയം നിങ്ങൾ ഈ വീട്ടിലായിരിക്കുന്നതാണ് സേഫ് എന്ന് പറഞ്ഞ് അരവിന്ദ് അവരെ അകത്തേക്ക് പറഞ്ഞു വിടുന്നു. മനോഹർ ആകട്ടെ താൻ കണ്ടെത്തിയ കാര്യങ്ങൾ അരവിന്ദിനോട് പറയുന്നു. താരയ്ക്ക് സുരേന്ദ്രന് സംഭവിച്ചത് തന്നെയാണ് മുൻപ് കൊല്ലപ്പെട്ട 6 പേർക്ക് സംഭവിച്ചത്. ഇനി ബാക്കിയുള്ള ധീരനെയും ധീരജനെയും കൂടെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നും മാത്രമല്ല നിങ്ങളും ഒന്ന് കരുതിയിരിക്കണമെന്നും അരവിന്ദ് മനോഹറിനോട് പറയുന്നു. അതിനുശേഷം അരവിന്ദ് ധീരജനെയും ധീരനെയും കുറിച്ച് അന്വേഷിക്കുന്നത് കാണിക്കുന്നു. പഴയ അഡ്രസ്സിൽ നിന്ന് അവർ താമസം മാറിയിട്ട് 15 വർഷമായെന്ന് അടുത്തുള്ളവർ അരവിന്ദിനോട് പറയുന്നു. ശേഷം അരവിന്ദ് അവരുടെ പഴയ ചില സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോൾ അവരെ കണ്ടിട്ട് ഒരുപാട് നാളായെന്നും ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ലെന്നും മറുപടി പറയുന്നു. അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ തന്നെ അറിയിക്കണമെന്നും അരവിന്ദ് ധീരന്റെ കൂട്ടുകാരോട് പറയുന്നു. പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അരവിന്ദൻ അവരെ കണ്ടെത്താനാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത ഡെഡ് ബോഡിയും കണ്ടു കിട്ടുന്നത്. പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിയാതിരുന്ന ആളെ ബെഞ്ചമിൻ എങ്ങനെയാണ് കണ്ടുപിടിച്ച് കൊന്നതെന്ന് ചോദിച്ച് കമ്മീഷണർ അരവിന്ദിനെ വഴക്കു പറയുന്നു. മാത്രമല്ല മരിച്ചത് ധീരനാണോ ധീരജാണോ എന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്നും കമ്മീഷണർ അരവിന്ദിനോട് ചോദിക്കുന്നു. പക്ഷെ മരിച്ചത് ധീരനാണെന്ന് അരവിന്ദ് ഉറപ്പിച്ച് പറയുന്നു. കാരണം ഫ്രാൻസിസിന്റെ മരണത്തിന് കാരണക്കാരായ കെമിസ്ട്രി ലാബിൽ ഉണ്ടായിരുന്നവരുടെ ട്വിൻസിനെ കൊന്ന് താൻ അനുഭവിച്ച വേദന അവർക്ക് നൽകാനാണ് ബെഞ്ചമിൻ ശ്രമിച്ചത്. അന്നത്തെ ദിവസം കെമിസ്ട്രി ലാബിൽ ഉണ്ടായിരുന്നത് ധീരജായിരുന്നതുകൊണ്ട് ഇപ്പൊ കൊല്ലപ്പെട്ടിരിക്കുന്നത് ധീരനാണെന്ന് അരവിന്ദ് മറുപടി പറയുന്നു. മാത്രമല്ല എത്രയും പെട്ടെന്ന് ബെഞ്ചമിനെ താൻ പിടികൂടുവെന്നും അരവിന്ദ് ഉറപ്പു നൽകുന്നു. മുൻപ് കേസ് അന്വേഷിച്ചിരുന്ന രഞ്ജിത്ത് ഇപ്പോൾ റിക്കവറായി വീട്ടിൽ വന്നിട്ടുണ്ടെന്നും അരവിന്ദിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അരവിന്ദിനോട് പറഞ്ഞിട്ടാണ് കമ്മീഷണർ അവിടെ നിന്ന് പോകുന്നത്. നെക്സ്റ്റ് സീനിൽ അരവിന്ദ് രഞ്ജിത്തിനെ കാണാൻ പോകുന്നത് കാണിക്കുന്നു. അന്ന് തനിക്കുണ്ടായ ആക്സിഡന്റ് ബെഞ്ചമിൻ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണെന്നും മാത്രമല്ല പാതി ബോധത്തിലുള്ള തന്നെ ഹോസ്പിറ്റലിന് മുന്നിൽ കൊണ്ടിട്ടത് അവനാണെന്നും രഞ്ജിത്ത് അരവിന്ദിനോട് പറയുന്നു. ബെഞ്ചമിൻ എന്തിനങ്ങനെ ചെയ്യണമെന്ന് അരവിന്ദ് ചോദിക്കുമ്പോൾ അത് തനിക്ക് അറിയില്ലെന്നും പക്ഷെ അവൻ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ടെന്നും രഞ്ജിത്ത് മറുപടി പറയുന്നു. രഞ്ജിത്തിനോട് സംസാരിച്ച് തിരിച്ചു പോകും വഴിയാണ് ശാന്തി അരവിന്ദിനെ കോൾ ചെയ്യുന്നത്. ബെഞ്ചമിൻ കാരണം ഇനി ഒരു ജീവൻ കൂടി നഷ്ടപ്പെടാൻ പാടില്ലെന്നും മാത്രമല്ല ഞാൻ ഈ പറയുന്നത് കാരണം ബെഞ്ചമിന്റെ ജീവനും ആപത്തുണ്ടാകാൻ പാടില്ലെന്നും ശാന്തി അരവിന്ദിനോട് പറയുന്നു. ബെഞ്ചമിന്റെ ജീവൻ ആപത്തുണ്ടാകില്ലെന്ന് അരവിന്ദ് ഉറപ്പു നൽകുമ്പോൾ ശാന്തി അവനോട് കാര്യം പറയുന്നു. സാധാരണ എല്ലാ വർഷവും ഫ്രാൻസിസിന്റെ ഓർമ്മ ദിവസം ശാന്തി അവന്റെ കല്ലറയിൽ പൂ വയ്ക്കാൻ പോവാറുണ്ട്. പക്ഷെ എല്ലാ പ്രാവശ്യവും ശാന്തി വരുന്നതിന് മുന്നേ ബെഞ്ചമിൻ അവിടെ വന്ന് പൂ വച്ചിട്ടുണ്ടാവും. നാളെ ഫ്രാൻസിസിന്റെ ഓർമ്മ ദിവസമാണെന്നും അതുകൊണ്ട് ഉറപ്പായും ബെഞ്ചമിൻ അവിടെ വരുമെന്നും ശാന്തി അരവിന്ദിനോട് പറയുന്നു. ശാന്തി പറഞ്ഞ അനുസരിച്ച് അന്ന് രാത്രി തന്നെ അരവിന്ദ് ഫ്രാൻസിസിനെ അടക്കിയ കല്ലറയിലേക്ക് പോയി ആരും കാണാതെ മറഞ്ഞിരിക്കുന്നു. ഈ സമയം മാസ്ക് ധരിച്ച് കയ്യിൽ പൂക്കളുമായി ബെഞ്ചമിൻ അവിടേക്ക് വരുന്നു. കല്ലറയിൽ പൂക്കൾ വെച്ച് ബെഞ്ചമിൻ മാസ്ക് മാറ്റുമ്പോഴാണ് ആ മുഖം നമ്മളെ കാണിക്കുന്നത്. മനോഹറായിരുന്നു ആ മുഖംമൂടിക്കുള്ളിൽ ഉണ്ടായിരുന്നത്. ഈ സമയം അരവിന്ദ് പിറകെ വന്ന് ബെഞ്ചമിന് നേരെ തൂക്കിയുണ്ടുന്നു. തന്റെ പിന്നിൽ ആളുണ്ടെന്ന് മനസ്സിലായതും ബെഞ്ചമിൻ വേഗം മാസ്ക് ധരിച്ച് അരവിന്ദിനെ തള്ളി മാറ്റി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. മുഖം കാണാത്തതുകൊണ്ട് മനോഹറാണ് ബെഞ്ചമിൻ എന്ന് അരവിന്ദന് മനസ്സിലാകുന്നില്ല. അരവിന്ദ് വേഗം ബെഞ്ചമിന്റെ കാറിന് പിന്നാലെ പോകുന്നെങ്കിലും അവനെ പിടിക്കാനാകുന്നില്ല. ശേഷം അരവിന്ദ് നേരെ മനോഹറിന്റെ വീട്ടിലേക്ക് പോകുന്നു. ബെല്ലടിച്ചതും മനോഹർ തന്നെയാണ് വാതിൽ തുറക്കുന്നത്. സഞ്ജനയും അഞ്ജനയും ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലെന്നും എത്രയും പെട്ടെന്ന് അവരെ ഇവിടെ നിന്ന് മാറ്റണമെന്നും അരവിന്ദ് പറയുമ്പോൾ മനോഹർ മറുപടി ഒന്നും പറയുന്നില്ല. ഈ സമയം അരവിന്ദ് അവരെ അന്വേഷിച്ച് അകത്തേക്ക് കയറുമ്പോഴാണ് സഞ്ജനയും അഞ്ജനയെയും കസേരയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ അരവിന്ദ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മനോഹർ അവന്റെ തലക്കടിച്ചിട്ടിട്ട് അഞ്ജനയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞ അരവിന്ദ് ആകട്ടെ സഞ്ജനയുടെ കെട്ടഴിച്ചു വിട്ടിട്ട് അവളെയും കൂട്ടി അവരെ അന്വേഷിച്ചു പോകുന്നു. എങ്ങോട്ടെന്നറിയാതെ മുന്നോട്ട് പോകുമ്പോഴാണ് മുൻപ് താരയും സുരേന്ദ്രൻ പറഞ്ഞതുപോലെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു മാള് അരവിന്ദിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. സംശയം തോന്നിയ അരവിന്ദ് നേരെ അവിടേക്ക് പോകുന്നു. നിർത്തിയിട്ടിരിക്കുന്ന ബെഞ്ചമിന്റെ കാറ് കണ്ടതും അവരവിടെ തന്നെ ഉണ്ടെന്ന് അരവിന്ദന് മനസ്സിലാകുന്നു. സഞ്ജനയെ താഴെ നിർത്തി അരവിന്ദ് അവരെ അന്വേഷിച്ച് മുകളിലത്തെ നിലയിലേക്ക് പോകുന്നു. മുകളിലത്തെ നിലയിൽ ബെഞ്ചമിനെ കണ്ടതും അരവിന്ദ് അവന് നേരെ തോക്കിയുണ്ടുന്നു. പക്ഷെ നിമിഷ നേരം കൊണ്ട് ബെഞ്ചമിൻ ആ തോക്ക് ദൂരേക്ക് തട്ടിത്തെറിപ്പിക്കുന്നു. ശേഷം അരവിന്ദും ബെഞ്ചമിനും തമ്മിൽ ദൂരെ കിടക്കുന്ന ആ തോക്കെടുക്കാനായി മത്സരിക്കുന്നു. അല്പസമയത്തിന് ശേഷം അരവിന്ദ് ആ തോക്കെടുത്ത് താഴെ നിൽക്കുന്ന സഞ്ജനയ്ക്ക് ഇട്ടു കൊടുക്കുന്നു.
അഞ്ജനയെ കൊല്ലാൻ ബെഞ്ചമിൻ ലിഫ്റ്റിലൂടെ താഴേക്ക് വരുന്നുണ്ടെന്നും അതുകൊണ്ട് നീ തന്നെ അവനെ ഷൂട്ട് ചെയ്യണമെന്നും അരവിന്ദ് സഞ്ജനയോട് പറയുന്നു. ഇത് കേട്ടതും സഞ്ജന ആ തോക്ക് കയ്യിലെടുക്കുന്നു. ലിഫ്റ്റ് ഓപ്പൺ ആയതും ആ ഭാഗത്തേക്ക് നോക്കാതെ തന്നെ സഞ്ജന അവിടേക്ക് വെടിവെക്കുന്നു. പക്ഷെ കണ്ണു തുറക്കുമ്പോഴാണ് താൻ ഷൂട്ട് ചെയ്തത് അഞ്ജനയാണെന്ന് സഞ്ജനയ്ക്ക് മനസ്സിലാവുന്നത്. ഈ സമയം നമ്മളെ റീവൈൻഡ് ചെയ്ത് മുമ്പ് നടന്ന കാര്യങ്ങൾ കാണിച്ചു തരുന്നു. മനോഹറും അരവിന്ദും തമ്മിലുള്ള വഴക്കിനിടയിലാണ് അരവിന്ദന്റെ നെഞ്ചിലെ ഫ്രാൻസിസ് എന്നെഴുതിയിരിക്കുന്ന മുറിപ്പാട് മനോഹർ കാണുന്നത്. ഇത്രയും നാൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ബെഞ്ചമിൻ അരവിന്ദ് ആയിരുന്നെന്ന് മനസ്സിലായതും മനോഹർ ആകെ ഷോക്കാവുന്നു. മറുഭാഗത്ത് സ്വന്തം സഹോദരിയെ തന്നെ കൊല്ലേണ്ടി വന്നതിൽ സഞ്ജന ആ മൃതദേഹം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നു. അപ്പോഴാണ് രഞ്ജിത്ത് അവിടേക്ക് വരുന്നത്. സഞ്ജനയെ നോക്കി പ്രതികാരം പൂർത്തിയായ ഭാവത്തിലൊന്ന് പുഞ്ചിരിച്ച് ബെഞ്ചമിൻ രഞ്ജിത്തിന് മുൻപിൽ കീഴടങ്ങുന്നു. നെക്സ്റ്റ് സീനിൽ രഞ്ജിത്തും മനോഹറും കൂടെ ബെഞ്ചമിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കാണിക്കുന്നു. ചെറിയ പ്രായത്തിൽ ചെയ്തൊരു തെറ്റിന് ഇത്രയും വലിയൊരു ശിക്ഷ വേണമായിരുന്നു എന്ന് രഞ്ജിത്ത് ചോദിക്കുമ്പോൾ ഫ്രാൻസിസ് മരണപ്പെട്ടപ്പോൾ അവനും അതേ പ്രായമായിരുന്നെന്ന് ബെഞ്ചമിൻ മറുപടി പറയുന്നു. മാത്രമല്ല എന്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ മാത്രമേ എന്റെ ദേഷ്യത്തിന് പിന്നിൽ ന്യായം മനസ്സിലാകൂ എന്നും ബെഞ്ചമിൻ അവരോട് പറയുന്നു. ഫ്രാൻസിസ് ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കാൻ പോലും സാധിക്കാത്ത ബെഞ്ചമിനാണ് അവരെല്ലാവരും ചേർന്ന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നത്. മാത്രമല്ല ഫ്രാൻസിസ് കൂടെയില്ലാത്ത ഓരോ നിമിഷവും താൻ അനുഭവിച്ച നരകവേദന അതിന്റെ കാരണക്കാരും അനുഭവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും ബെഞ്ചമിൻ അവരോട് പറയുന്നു. ഒരു സാധാരണക്കാരനായി ഇത്രയും പേരെ കൊല്ലാൻ കഴിയില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് IAS ലഭിച്ചിട്ടും ബെഞ്ചമിൻ IPS ചൂസ് ചെയ്യുന്നത്. ശേഷം പറ്റിയ അവസരം നോക്കി അവൻ ചെന്നൈയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങുന്നു. കേസ് അന്വേഷണം തനിക്ക് തന്നെ കിട്ടാൻ വേണ്ടിയാണ് ഡെഡ് ബോഡി അവൻ സ്വന്തം അന്വേഷണ പരിധിയിൽ തന്നെ കൊണ്ടിടുന്നത്. എന്നിട്ട് കേസിന്റെ ചുമതല രഞ്ജിത്തിനാണ് കിട്ടുന്നത്. സുധാകരന്റെ കാലിലെ പ്ലേറ്റ് വെച്ച് രഞ്ജിത്ത് ഈസിയായി കേസ് തെളിയിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവനെ കൊല്ലുന്നതിന് മുന്നേ രഞ്ജിത്തിനെ അപകടത്തിൽപ്പെടുത്തുന്നത്. രഞ്ജിത്തിനെ കൊല്ലാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും. അങ്ങനെ വിചാരിച്ചതുപോലെ അന്വേഷണം ബെഞ്ചമിന്റെ കയ്യിലെത്തുന്നു. ഫ്രാൻസിസിന്റെ കൊലപാതകത്തിന് കാരണമായവരുടെയെല്ലാം ഡീറ്റെയിൽസ് തപ്പിയെടുത്തെങ്കിലും സഞ്ജനയും അഞ്ജനയും ധീരൻ ധീരജ് എന്നിവരെയും ബെഞ്ചമിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അവരുടെ ഡീറ്റെയിൽസ് കണ്ടെത്താനാണ് ബെഞ്ചമിൻ തന്റെ അന്വേഷണത്തിൽ ട്വിൻബേയുടെ സ്കൂളിൽ ഇൻവോൾവ് ചെയ്തത്. ശേഷം ധീരനെ കണ്ടുപിടിച്ച് അവനെയും കൊലപ്പെടുത്തുന്നു. അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രഞ്ജിത്തിന് തന്റെ മേലെന്തോ സംശയമുണ്ടെന്ന് ബെഞ്ചമിന് മനസ്സിലാകുന്നത്. രഞ്ജിത്തിന്റെ ആളുകൾ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതും പിടിക്കപ്പെട്ടാൽ അഞ്ജനയെ കൊല്ലാൻ സാധിക്കാതെ പോകുമോ എന്നോർത്ത് ബെഞ്ചമിന് പേടി തോന്നുന്നു. രഞ്ജിത്തിന്റെ കണ്ണു വെട്ടിക്കാനാണ് ബെഞ്ചമിൻ മനോഹറിനെ തന്റെ പ്ലാനിൽ ഉൾപ്പെടുത്തുന്നത്. മനോഹറിന്റെ ആകെയുള്ള മകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതോടെ ബെഞ്ചമിൻ പറയുന്നതെല്ലാം അനുസരിക്കാമെന്ന് മനോഹർ സമ്മതിക്കുന്നു. തുടർന്ന് മാസ്ക് വെച്ച് ബെഞ്ചമിന്റെ കാറിൽ കല്ലറയിൽ വന്നതുൾപ്പെടെ ബെഞ്ചമിൻ പറഞ്ഞതനുസരിച്ചാണ് മനോഹർ പ്രവർത്തിച്ചത്. കൂടാതെ മനോഹർ സഞ്ജനയും തന്നെ സംശയിക്കാതിരിക്കാനാണ് മനോഹറിനെ എതിർക്കുന്നതായി ബെഞ്ചമിൻ അഭിനയിച്ചത്. നീ ഇത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടും നിന്റെ ചെറിയൊരു മിസ്റ്റേക്ക് കാരണമാണ് ഞാൻ നിന്നെ പിടികൂടിയതെന്ന് രഞ്ജിത്ത് ബെഞ്ചമിനോട് പറയുന്നു. അന്ന് ബെഞ്ചമിൻ രഞ്ജിത്തിനെ കാണാൻ വന്നപ്പോൾ അവന്റെ കയ്യിലുള്ള ലൈറ്റ് രഞ്ജിത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പാതി മയക്കത്തിലും തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ കില്ലറിന്റെ കയ്യിലും അത്തരത്തിലൊന്ന് കണ്ടത് രഞ്ജിത്തിന് ഓർമ്മ വരുന്നു. അതുകൊണ്ടാണ് രഞ്ജിത്ത് പിന്നീട് അരവിന്ദിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നത്. വളർന്നത് ബാംഗ്ലൂരിലാണെങ്കിലും പണ്ട് അവനെ ചെന്നൈയിൽ നിന്ന് ദത്തെടുത്തതാണെന്ന് അറിയുന്നതോടെ രഞ്ജിത്തിന് സംശയം കൂടുന്നു. ശേഷം അരവിന്ദ് ഇല്ലാത്ത സമയം നോക്കി അവന്റെ വീട് പരിശോധിക്കുമ്പോഴാണ് അവിടെ എല്ലാ സാധനങ്ങളും ഈ 2 വീതം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് രഞ്ജിത്ത് കാണുന്നത്. അതിനുശേഷമാണ് അരവിന്ദിനെ ഫോളോ ചെയ്യാൻ രഞ്ജിത്ത് ആളെ അയക്കുന്നത്. അടി തെറ്റിയാൽ ആനയും വീഴുമെന്നും അതുതന്നെയാണ് നിനക്ക് സംഭവിച്ചതെന്നും രഞ്ജിത്ത് ബെഞ്ചമിനോട് പറയുന്നു. ചെയ്ത കുറ്റകൃത്യങ്ങൾക്കെല്ലാം കോടതി ബെഞ്ചമിന് വധശിക്ഷ നൽകുന്നെങ്കിലും 17 വർഷങ്ങൾക്ക് മുന്നേ മനസ്സുകൊണ്ട് മരണപ്പെട്ട ബെഞ്ചമിനെ അത് തെല്ലും ബാധിക്കുന്നില്ല. അതിനുശേഷം രഞ്ജിത്തും മനോഹറും കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. 9th വിക്ടിം ധീരന്റെ സഹോദരൻ ധീരജിനെ കണ്ടുകിട്ടിയോ എന്ന് രഞ്ജിത്ത് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് മനോഹർ മറുപടി പറയുന്നു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഓടി വന്ന ആരോ ഒരാൾ രഞ്ജിത്തിന്റെ ദേഹത്ത് അറിയാതെ ഇടിക്കുന്നത്. മൂവിയുടെ തുടക്കത്തിൽ ബെഞ്ചമിൻ അറസ്റ്റ് ചെയ്ത് ബാങ്ക് മോഷണ കേസിലെ പ്രതിയായിരുന്നു അത്. നീ ജയിലിലല്ലായിരുന്നോ, പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് രഞ്ജിത്ത് അവനോട് ചോദിക്കുന്നു. അപ്പോഴാണ് അന്ന് ജയിലിലായത് തന്റെ ഇരട്ട സഹോദരൻ ധീരനാണെന്നും ബെഞ്ചമിനെ കുറിച്ചുള്ള ന്യൂസ് കണ്ടപ്പോൾ അവനെ കണ്ട് അക്കാര്യം പറയാൻ വേണ്ടി വന്നതാണെന്നും മുന്നിൽ നിൽക്കുന്ന ധീരജ് പറയുന്നത്. മാത്രമല്ല ഇന്ന് അവരുടെ ബർത്ത്ഡേ ആണെന്നും കൂടി മനസ്സിലായതും മനോഹറും രഞ്ജിത്തും കൂടെ ഉടൻ ജയിലിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ ചെന്നതും യാതൊരു കൂസലുമില്ലാതെ പോലീസുകാരെ തല്ലി താഴെയിട്ട് ധീരനെ വാട്ടർ ടാങ്കിൽ മുക്കിക്കൊല്ലുന്ന ബെഞ്ചമിനെയാണ് കാണുന്നത്. അവർ ചെല്ലുമ്പോഴേക്കും ധീരൻ മരണപ്പെട്ടിരുന്നു. അന്വേഷണത്തിനിടെ ധീരനെ പണ്ട് താൻ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് ബെഞ്ചമിന് മനസ്സിലാകുന്നു.
അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ധീരൻ ഓൾറെഡി കൊല്ലപ്പെട്ടെന്ന് വരുത്തി തീർക്കാൻ ഒരു അനാഥ ജഡം കത്തിച്ചുകൊണ്ടിരുന്നത്. ശേഷം രഞ്ജിത്ത് തന്നെ സംശയിക്കാൻ മനഃപൂർവ്വമാണ് ആ ലൈറ്റർ ബെഞ്ചമിൻ അവനെ കാണിക്കുന്നത്. എല്ലാം കേട്ടതും പണ്ട് അവന്റെ ഗെയിം പ്ലാനിനെ കുറിച്ച് ശാന്തി പറഞ്ഞ കാര്യം മനോഹറിന് ഓർമ്മ വരുന്നു. ആനയ്ക്ക് അടി തെറ്റിയാലും തനിക്കത് സംഭവിക്കില്ലെന്ന് ബെഞ്ചമിൻ ആത്മവിശ്വാസത്തോടെ പറയുന്നു. ശേഷം ബെഞ്ചമിൻ മനോഹറിന്റെ അടുത്ത് ചെന്ന് എന്റെ മരണശേഷം എന്റെ ഹൃദയം നിനക്കുള്ളതാണെന്നും എന്റെ അവസ്ഥ നിന്റെ മകൻ ഉണ്ടാവരുതെന്നും പറയുന്നു. ഇതും പറഞ്ഞ് പണ്ട് ഇല്ലീഗൽ മെഡിസിൻസ് അന്വേഷിച്ചു പോയപ്പോൾ കിട്ടിയ കഴിച്ചാൽ മരണം വരെ സംഭവിക്കുന്ന മെഡിസിൻ ബെഞ്ചമിൻ വായിലേക്ക് ഇടുന്നു. ബെഞ്ചമിന്റെ ആഗ്രഹം പോലെ അവന്റെ ഹൃദയം മനോഹറിന് കൊടുക്കുകയും ഫ്രാൻസിസിന്റെ കല്ലറയ്ക്ക് അടുത്ത് തന്നെ ബെഞ്ചമിനെ അടക്കുകയും ചെയ്യുന്നു. ഒടുവിൽ മനോഹറും മകനും കൂടെ ബെഞ്ചമിന്റെ കല്ലറയ്ക്കരികിൽ നിൽക്കുന്ന കാഴ്ചയോടെയാണ് ഈ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം.